ഇന്നൊരു കൊഞ്ച് കറിയാണ് വയ്ക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ അതിന് വെളിച്ചെണ്ണ ചേർക്കുക. 2 സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, സബോള വാട്ടുകയാണ്. അത് വാട്ടി അതിലോട്ട് ഇച്ചിരി പെരിഞ്ചീരകം കൂടെ ചേർക്കുക. പിന്നെ 2 സ്പൂണ് ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഉപ്പും കൂടെ ചേർക്കുക. നമുക്ക് പിന്നെ ഉപ്പ് നോക്കിയിട്ടിടാം. ഉപ്പും കൂടെ ചേർത്തൊന്ന് വാട്ടിയിടും. ഒത്തിരി പാടണ്ട, കുറച്ച്. നമ്മളിത് മിക്സിയിലോട്ടിടുകയാണ്. മിക്സിയിലോട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുക. മിക്സിയിലോട്ടിട്ട് അരച്ചെടുക്കുകയാണ്. മിക്സിയിലോട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുക. അതിലോട്ട് നമ്മൾ ഇച്ചിരി എണ്ണയും കൂടി ഒഴിക്കണം. പിന്നെ ഫ്രൈ പോലെ ഒന്ന് എന്നിട്ട് നമുക്ക് ആ അരപ്പ് ചേർക്കുക. ഇതിലോട്ട് നമ്മൾ കുറച്ച് തേങ്ങയും കൂടി ചേർക്കുക അരയ്ക്കാനായിട്ട്. ഇപ്പോൾ ടേസ്റ്റോട് കൂടി ഇതങ്ങ് അരച്ചെടുക്കാം. ഇനി അതിലേക്ക് അരപ്പ് ചേർക്കണം. അതിലേക്ക് അരപ്പ് അരച്ചിട്ടുണ്ട്. അരപ്പ് അരച്ചിട്ടുണ്ട്. നമ്മൾ അരപ്പ് അതിലേക്ക് ചേർക്കുക. ചേർത്തൊന്ന് യോജിപ്പിക്കുക. ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം കൂടെ ഒഴിക്കുകയാണ്. കുറച്ച് ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്നു. ഇച്ചിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കാം. അതിലേക്ക് ഇനി പുളിവെള്ളം കൂടെ ഒഴിക്കണം. 2 പച്ചമുളക് ഇടാം. ഇച്ചിരി കരിവേപ്പും കൂടി ഇടണം. ഇച്ചിരി ഇനി പുളിവെള്ളം കൂടെ ഒഴിക്കണം. ഇച്ചിരി പുളിവെള്ളം കൂടെ ഒഴിക്കുകയാണ്. പുളിവെള്ളം കൂടെ ഒഴിച്ചു. ഇനി അത് ഇളക്കുകയാണ്. തിളച്ച് പറ്റിയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച് 2 കരിവേപ്പും കൂടി ഇട്ട് നിർത്തുകയാണ്. ഒത്തിരി എരിവില്ല. നമ്മളിവിടെയൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ എരിവ് കുറവാണ്. ഒത്തിരി എരിവ് ഉപയോഗിക്കില്ല. നമ്മൾ നാട്ടിലൊക്കെയാണ്, ഞങ്ങളുടെ കോട്ടയം ജില്ലയിലാണ് കൂടുതൽ എരിവ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് അത്ര എരിവില്ല. നല്ല ടേസ്റ്റോട് കൂടിയുള്ള കൊഞ്ചാണ്. നമ്മൾ വെച്ച് കഴിക്കണേ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം.